ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്നും മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളെ അധികരിച്ച ആത്മീക പാഠങ്ങളാണല്ലോ നാം കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. തുടർന്ന് ആ വെളിച്ചം എവിടെയൊക്കെ പ്രകാശിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കാനായിട്ട് ആരംഭിച്ചത്. അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം നമ്മൾ പറഞ്ഞു തുടങ്ങിയായിരുന്നു. വെളിച്ചം വീട്ടിൽ പ്രകാശിക്കണം. അതിൻ്റെ പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭഭാഗത്ത് ചുരുക്കമായിട്ട് ഓർക്കുകയുണ്ടായി. നമ്മുടെ കർത്താവ് നമ്മിൽ പകർന്ന വെളിച്ചം മറ്റുള്ളവർക്ക് നൽകാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ വെളിച്ചം നമ്മെ ആക്കിയിരിക്കുന്ന വീട്ടിൽ പ്രകാശിക്കണം എന്നുള്ളതായ ആ കാതലായ സത്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. ദൈവഭക്തിയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ടതായൊരു വാക്യം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒടുവിൽ നമ്മൾ ഓർത്തായിരുന്നു. ദൈവഭക്തി എവിടെയാണ് ആദ്യം കാണിക്കേണ്ടത്? സ്വന്തം ഭവനത്തിലാണ്. അതവിടെ കൃത്യമായിട്ട് 1 തിമോഥെയോസ് 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. അപ്പോൾ അവിടെ നമ്മുടെ ഈ വിഷയത്തോടും ബന്ധപ്പെട്ടൊരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വെളിച്ചം എന്ന് പറയുന്നത് കേവലം അക്ഷരാർത്ഥത്തിലുള്ള വെളിച്ചം വീട്ടിലിടുന്നതല്ലല്ലോ, പിന്നെയോ സകല സൽഗുണവും നീതിയും സത്യവുമാണ് വെളിച്ചത്തിൻ്റെ ഫലം. അപ്പോൾ 1 തിമോഥെയോസ് 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സൽഗുണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യുക എന്നുള്ളത് അതിൽ തന്നെ എത്രയോ മനോഹരമായിട്ടുള്ള കാര്യമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഭവനത്തിൽ നമുക്ക് വെളിച്ചം നൽകി സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളത് നമ്മൾ കാണുകയായിരുന്നു. ഈ വെളിച്ചത്തിൻ്റെ ഫലത്തോട് വളരെ ബന്ധമുള്ള മറ്റൊരു വാക്യം കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ആ വാക്യം നമുക്ക് എല്ലാവർക്കും മനപ്പാടം അറിയാവുന്നതായ വാക്യമാണ്. പക്ഷേ ആ വാക്യത്തിൻ്റെ തലക്കെട്ടൊരു വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആ വാക്യത്തിൽ ഇതാണ് വെളിച്ചം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ആ തലക്കെട്ട് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞിരിക്കുന്ന 9 കൂട്ടം കാര്യങ്ങൾ ഈ വെളിച്ചത്തിൻ്റെ ഫലമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞതാണ്. എങ്കിലും ഇന്നത് ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമുക്കെല്ലാവർക്കും മനപ്പാടം അറിയാവുന്ന വാക്യമാണിത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ 9 കൂട്ടം കാര്യങ്ങൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാനൊരു കാര്യം, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമെങ്കിലും ഇത് വിശദീകരിക്കുമ്പോൾ പറയാതെ പോകാൻ പറ്റുകയില്ല എന്നുള്ളത് കൊണ്ട് ഓർപ്പിക്കുകയാണ്. ആത്മാവിൻ്റെ ഫലം എല്ലാ വിശ്വാസികളിലും കാണണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോ? എല്ലാ വിശ്വാസികളിലും കാണാവുന്നതാണ്. പക്ഷേ അങ്ങനെ കണ്ടുകൊള്ളണമെന്ന് നിർബന്ധമില്ല. കാരണം രക്ഷിക്കപ്പെട്ട എല്ലാവരിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആത്മാവിൻ്റെ ഫലം പുറപ്പെടണം എന്ന് നിർബന്ധമില്ല. എന്നാൽ പുറപ്പെടും. ഒരു കൽപ്പനയോട് അനുസരണം കാണിച്ചാൽ പുറപ്പെടും. ആ കൽപ്പന ഏതാണെന്ന് അറിയാമല്ലോ. ആത്മാവ് നിറഞ്ഞുകൊള്ളുവിൻ എന്നുള്ളതായ വളരെ മനോഹരമായ കൽപ്പന നമുക്ക് ഈ ബന്ധത്തിൽ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വാക്യം നമ്മളൊന്ന് നോക്കി പോവുകയാണ്.
എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആത്മനിറവുള്ളവരിൽ നിന്ന് ആത്മാവിൻ്റെ ഫലം പുറപ്പെടും എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണ്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. അപ്പോൾ ഈ കൽപ്പന വളരെ പ്രാധാന്യത്തോടെ നൽകുകയാണ്. അപ്പോൾ നമ്മൾ ആത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട, പക്ഷേ ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മെ തന്നെ ഒരുക്കാനുമുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അടുത്തൊരു വാക്യം കൂടി ഞാനൊന്ന് ചേർത്ത് പറയുകയാണ്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പോൾ ആത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്നതിനാൽ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പോലെ നമുക്ക് നടക്കുവാൻ, ജീവിക്കുവാനായിട്ട് സാധിക്കണം. വേറൊരു നിലയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. ആ ആത്മാവിന് നമ്മെ പൂർണ്ണമായും വിധേയപ്പെടുത്തി കൊടുത്ത് ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമാണ് ദൈവാത്മാവ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ടെങ്കിലും ആത്മാവിനെ ദുഃഖിപ്പിച്ചും ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഞരങ്ങുമാറും ഒക്കെ ആത്മാവിൻ്റെ ആലോചന വിട്ട് ജീവിച്ചു പോകാനുള്ളതായ വലിയ അപകട സാധ്യതയുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഒരു ഭയനിർദ്ദേശമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിയട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, നമ്മിൽ വസിക്കുന്ന ആത്മാവിന് പൂർണ്ണമായും വിധേയപ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് ആത്മികരായി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം ഒന്ന് കണക്ട് ചെയ്ത് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്, ഞാൻ വായിച്ച് കേൾപ്പിച്ച ആ വാക്യങ്ങളിലെല്ലാം ഈ വിഷയത്തിൻ്റെ പ്രായോഗികത ഓർപ്പിക്കുക. ഇപ്പോൾ 21-ാമത്തെ വാക്യമാണ് ഞാൻ ഒടുവിലായിട്ട് പറയാനിടയായത്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ഇനി 22 മുതലുള്ള വാക്യങ്ങൾ വേറൊരു വിഷയത്തിൻ്റെ വിശദീകരണമാണ്. ഏത് വിഷയത്തിൻ്റെയാണ്? കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരുടെ കടപ്പാടുകളാണ് 22 മുതലുള്ള വാക്യങ്ങളിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് പോകാം എന്ന് വിചാരിച്ചു. ഒരു ഭാര്യ ആത്മനിറവിലാണ് ജീവിക്കുന്നത് എന്ന് വരികിൽ 22-ാമത്തെ വാക്യം മുതൽ പറഞ്ഞിരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി അനുസരിച്ച് വീട്ടിൽ ജീവിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. അതുപോലെ ഒരു ഭർത്താവ് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ദൈവാത്മാവിൽ എഴുതി തന്നിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിച്ച് ജീവിക്കുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, ആത്മനിറവ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടുന്നതാണ്. അപ്പോൾ
ആത്മനിറവിൽ ഒരാൾ ജീവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ കാര്യം, ഈ ആത്മാവിൻ്റെ ബലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഗ്രഹപാഠം ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ അത് ഉണ്ടായിരിക്കും എന്ന് കരുതുന്നു. ആത്മാവിൻ്റെ ഫലത്തിന് ആദ്യത്തെ കാര്യത്തെക്കുറിച്ച് ഞാൻ ചെറിയ ചില വിശദീകരണങ്ങൾ ഓർപ്പിക്കാനിടയായിട്ട് തീർന്നിരുന്നു. ആദ്യത്തെ ഏതാണ്? സ്നേഹം. അപ്പോൾ സ്നേഹത്തിൻ്റെ ചില പ്രായോഗികതകൾ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഓർത്തതുപോലെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമായി പറഞ്ഞിരിക്കുന്ന കാര്യവും ആത്മാവിൻ്റെ ഫലത്തിൽ പെടുന്നതാണ്. പക്ഷേ അത് ഈ 9 കൂട്ടം കാര്യങ്ങൾ നമ്മളങ്ങനെ വിശദമായിട്ട് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മൾ ചിന്തിക്കാവുന്നതാണ്, ലളിതമായ കാര്യവുമാണ്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊരു ഗ്രഹപാഠം നിങ്ങൾ എഴുതിയാൽ നന്നായിരിക്കും എന്ന് ഓർപ്പിച്ചിരുന്നു. നിങ്ങളത് ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു. ചെയ്യാത്തവർക്ക് ഇനിയും ചെയ്യാനുള്ളതായ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കാരണം നമ്മുടെ മുമ്പിലുള്ളതായ വളരെ പ്രധാനപ്പെട്ടതായ ഒരു ലക്ഷ്യമായിട്ടാണ് ഈ കാര്യം ഇരിക്കുന്നത്. അതുകൊണ്ട് അത് സൂക്ഷിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടട്ടെ. അപ്പോൾ ആത്മാവിൻ്റെ ഫലമായി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഏതിൻ്റെയും കൂടി ഫലമാണ്? എഫേസ്യർ 5:10 വെളിച്ചത്തിൻ്റെയും കൂടെ ഫലമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വെളിച്ചത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ച് ജീവിക്കുക എന്നുള്ളതായ ലക്ഷ്യം ഈ വഴിയിൽ വിജയകരമായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്കിത് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തി കൊടുത്ത് ആത്മികരായി ജയാളികളായിട്ട് ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാനൊരു വാചകം ഇങ്ങനെ പറയുന്നു: പരിശുദ്ധാത്മ നിറവിൻ്റെ പ്രത്യക്ഷമായ അടയാളം ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ച് ജീവിക്കുന്നതാണ്. ഈ വാചകം വേറെ ചില കാര്യങ്ങൾക്കൊക്കെ ചേർത്ത് ആളുകൾ പറയാറുണ്ട്. അത് ശരിയല്ലാത്ത കാര്യം ആണെന്നുള്ളത് കൊണ്ട് ഞാനതിവിടെ ചേർത്ത് പറയേണ്ട എന്ന് വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരാൾ പരിശുദ്ധാത്മ നിറവിലാണ് ജീവിക്കുന്നത് എന്ന് വരികിൽ അതിൻ്റെ പ്രത്യക്ഷമായ അടയാളം ആത്മാവിൻ്റെ ഫലം ആ വ്യക്തിയിൽ കാണും എന്നുള്ളതാണ്. ഇനി ഈ ഫലത്തെ സംബന്ധിച്ച് ഞാൻ 1-2 സൂചനകൾ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കാൻ ഇടയായിട്ട് തീരുമ്പോൾ ഒരു വീട്ടിലുള്ള ആളുകൾ, വീട്ടിൽ പ്രകാശിക്കുക എന്നുള്ളതാണല്ലോ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിലുള്ള ആളുകൾ ആത്മനിറവിൽ ജീവിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ഈ ഫലം അന്യോന്യം ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. അത് ഞാൻ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും 1-2 വാചകങ്ങൾ ഞാനൊന്ന് പറയാം. അപ്പോൾ ആത്മനിറവിൽ ഒരു വീട്ടിലുള്ള ആളുകൾ ജീവിക്കുമ്പോൾ അന്യോന്യം സ്നേഹം സമൃദ്ധിയായിട്ട് ആസ്വദിക്കുവാനായിട്ട് കഴിയും. ആത്മാവിൻ്റെ സന്തോഷം ഒരുമിച്ച് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ആ വീട്ടിൽ സമാധാനം വിളങ്ങുവാൻ ഇടയായിട്ട് തീരും. കൊച്ചു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ നേരിട്ടാലും ദീർഘക്ഷമയുടെ വഴിയിൽ ആ കുടുംബം വളരെ വിജയകരമായി ജീവിക്കുവാൻ
ഇടയായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും ഇത് ആഗ്രഹിക്കാം. നമുക്ക് ഓരോരുത്തർക്കും അതിനുവേണ്ടി പ്രാർത്ഥിച്ച് നമ്മെ തന്നെ ഒരുക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെ ചിത്രം വളരെ വ്യത്യാസപ്പെടുവാൻ ഇടയായിട്ട് തീരും എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഈ ഫലത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഒരപകട സൂചന ഞാൻ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുക. നമുക്കറിയാം, ഈ കാലത്തൊക്കെ ഈ ഫലം എന്നുള്ളത് അത് ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നായിട്ടാണ് ഇരിക്കുന്നത്. ചില വീടുകളിലൊക്കെ ഭക്ഷണമേശയുടെ അരികിൽ മനോഹരമായ ഫലങ്ങളും ഒക്കെ ഇരിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. നല്ല ഭംഗിയുള്ള കൊട്ടയിലും ഒക്കെ ആയിരിക്കും അത് വെച്ചിരിക്കുന്നത്. പക്ഷെ കഴിക്കാവുന്നതല്ല, അത് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഇത് വളരെ സാധ്യതയുള്ള ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തിനെപ്പോൾ ഇത് പറഞ്ഞതെന്നറിയാമോ? ആത്മാവിൻ്റെ ഫലമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തു മനോഹരമായ കാര്യമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇതൊക്കെ എന്തോരം മനോഹരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഈ ഫലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വൃക്ഷത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു എഫേർട്ടുമില്ല. അത് വളരെ സ്വാഭാവികമായിട്ടാണ് ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയ അപകട സാധ്യതയുണ്ട്. ഈ ആത്മാവിൻ്റെ ഫലം സ്വതവേ ഇല്ലാതിരിക്കുമ്പോഴും അത് അഭിനയിക്കാനോ അങ്ങനെ പോകാനും ഉള്ളതായ വലിയ സാധ്യതയുണ്ട്. റോമലേഖനം 12-9 വാക്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആരെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് പറയാം. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. എന്നാ അതിൻ്റെ കാര്യം? അപ്പോൾ വ്യാജമായിട്ടുള്ള സ്നേഹത്തിനുള്ള വലിയ സാധ്യതയുണ്ട്. സ്നേഹം അങ്ങനെ ഉണ്ടായിട്ടല്ല, സ്നേഹം അഭിനയിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ആളുകൾ ആരാണ്? നമ്മുടെ ഈ സമൂഹത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ആളുകൾ അഭിനയിക്കുന്ന ആളുകളാണ്. അവർക്ക് എന്തോ ഒരു ഡിമാൻഡാണ്. ഈ അടുത്ത കാലത്തൊക്കെ ഇച്ചിരി കുറവുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെക്കുള്ള പോപ്പുലാരിറ്റിയും അവരുടെ വരുമാനവും ഒക്കെ ആരെയും മോഹിപ്പിക്കുന്നതായിട്ട് ഇരിക്കുക. അവരുടെ ജോലി തന്നെയാണ് അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമൂഹം ഈ അഭിനയത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ അഭിനയിക്കാനുള്ളതായ യഥാർത്ഥത്തിൽ ഇല്ലാതിരിക്കെ തന്നെ അങ്ങനെ അഭിനയിക്കാനുള്ളതായ വലിയ സാധ്യത നമ്മിൽ ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ വളരെ ഭയത്തോടെ ഒരു വാക്ക് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആത്മാവിൻ്റെ ഫലം എന്താണെന്ന് നമുക്കറിയാം. അതെങ്ങനെയെങ്കിലും അഭിനയിച്ച് വെളിപ്പെടുത്തുക എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒറിജിനലല്ലാതെ ഇത് അഭിനയിക്കുന്നത് ഗുരുതരമായിട്ടുള്ള പാപമാണ്. അതിന് എന്ത് ഭക്തിയെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത്? കപടഭക്തിയാണ്. നമ്മുടെ കർത്താവ് വളരെ ഗൗരവമായി സംസാരിച്ചിട്ടുള്ളത് കപടഭക്തിക്കെതിരെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഭയത്തോടെ ഓർപ്പിക്കുക, ഇത് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. കർത്താവേ, ഞാനില്ലാത്ത ഭക്തി അഭിനയിച്ച് ഞാൻ കുറ്റക്കാരനായി തീരാതിരിക്കാനായിട്ട് എന്നെ സഹായിക്കണം എന്നുള്ളതായ ആ ആഗ്രഹത്തോടും താഴ്മയോടും ആശ്രയത്തോടും കൂടെ ജീവിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ ഫലം എന്നുള്ളതായ ഈ വിഷയം ഈ അപകടം സാധ്യതയുള്ളതായൊരു കാര്യമാണ് എന്നുള്ളതായ ആ തിരിച്ചറിവോടുകൂടി ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഒരു കാര്യം കൂടി ആ ബന്ധത്തിൽ ഞാനൊന്ന് ഓർപ്പിച്ച് മുമ്പോട്ട് പോകാം.
ആത്മാവിൻ്റെ ഫലങ്ങളല്ല. പിന്നെ ഫലമെന്നുള്ളത് ഏകവചനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ ഈ 9 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഒന്ന് ചേർത്ത് ഓർപ്പിക്കുകയാണ്. ആത്മാവിൻ്റെ ഫലത്തിൽ ഉൾപ്പെടുന്നതായ ആ ഗുണങ്ങളുടെ ഒരു ലിസ്റ്റാണ് ആ 9 കൂട്ടം കാര്യങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ശ്രമിക്കുക. ഇതിൽ ചിലതൊക്കെ രക്ഷിക്കപ്പെടാത്ത ആളുകളിലും ഉണ്ടായി എന്ന് വരും. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ ചില ഗുണങ്ങൾ, ഈ സൽഗുണങ്ങളൊക്കെ ആരുടെയെന്ന് നമുക്കറിയാമല്ലോ. ഗിരിപ്രഭാഷണം അതിൻ്റെ ഉത്തരം നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാണ്. അപ്പം അതുകൊണ്ട് ആ സൽഗുണങ്ങളാണ് ദൈവമക്കളായി നമ്മിൽ വേണ്ടിയത്. അപ്പോൾ ദൈവമക്കളല്ലെങ്കിൽ പോലും ഈ സൽഗുണപൂർണനായ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് സൃഷ്ടിതാവിൻ്റെ ചില പ്രത്യേകതകൾ സ്വാഭാവികമായി നമ്മിൽ വരുന്നതിനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അത് ആത്മാവിൻ്റെ ഫലമായി നമ്മൾ തെറ്റിദ്ധരിക്കുവാനിടയായിട്ട് തീരരുത്. അത് തെറ്റിദ്ധരിച്ചാൽ വളരെ അപകടകരമായൊരു നിലപാടായിട്ടത് തീരുവാനിടയായിട്ട് തീരും. അപ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാകത്തക്കവണ്ണം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരാൾ പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയിൽ ആത്മാവിൻ്റെ ഫലമായി പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായി വെളിപ്പെടുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ പരമാർത്ഥതയോടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മിൽ ഉണ്ടോ എന്നുള്ളത് സൂക്ഷ്മതയോടെ പരിശോധിച്ച് ഉറപ്പുവരുത്തുവാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞങ്ങോട്ട് ഒന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ പറയുക. ഒരു വീട്ടിൽ ഒറിജിനലായിട്ട് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഈ ഫലമൊന്നും അത്ര ഇല്ല. പക്ഷേ ഇത് ഇങ്ങനെ അഭിനയിച്ചുമൊക്കെ ഒരു വീട്ടിൽ ഒരാൾ താമസിക്കാൻ തുടങ്ങിയാൽ വീട്ടിൽ ഒരിക്കലും അത് വർക്കൗട്ട് ചെയ്യുകയില്ല. കാരണം വല്ലപ്പോഴും ഒക്കെ പോകുന്നിടത്ത് പിന്നെയും വർക്കൗട്ട് ചെയ്യും. പക്ഷേ വീട്ടിൽ നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ നിജസ്ഥിതി, തനി നിറം നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. അഭിനയിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് വീട്. സഭയിലും കുറച്ചൊക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വരും. കാരണം ആഴ്ചയിൽ നമ്മൾ വളരെ കുറച്ച് മണിക്കൂറുകളല്ലേ അങ്ങനെ ഒരുമിച്ചുള്ളൂ. പക്ഷെ നമ്മൾ വീട്ടിൽ എപ്പോഴും പെരുമാറുമ്പോൾ നമ്മുടെ നിജസ്ഥിതി കൃത്യമായിട്ടും വെളിപ്പെടും. അപ്പോൾ ഇത് അഭിനയിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുവാനിടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അപകട സൂചന നമുക്ക് ഈ ബന്ധത്തിൽ വളരെ സൂക്ഷ്മതയോടെ കരുതുവാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് വല്ലപ്പോഴും പോകുന്നിടത്ത് അഭിനയിക്കാമെന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം നമ്മുടെ ദൈവത്തിന് ഇത് വളരെ വെറുപ്പുള്ളതായൊരു കാര്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ ചില പ്രത്യേകതകളൊക്കെ നമ്മൾ കൂടെ ഓർക്കാറുണ്ടല്ലോ. നമ്മൾ അതൊരു പുസ്തക രൂപത്തിലാക്കുന്നുണ്ട്. അത് മിക്കവാറും ഈ ആഴ്ച നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടുമായിരിക്കും. നമ്മുടെ കർത്താവിൻ്റെ കണ്ണുകൾ എങ്ങനെയുള്ളതാണ്? അഗ്നിജ്വാലയ്ക്ക് ഒത്തതാണ്. മാത്രമല്ല നമ്മുടെ കർത്താവ് ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരാഞ്ഞ് അറിയുന്നവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ആത്മീക നില ഏറ്റവും ശരിയായിരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തി ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്കേവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാൻ ഈ കാര്യം ഒന്ന് ഇലസ്ട്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് ഇലസ്ട്രേറ്റ് ചെയ്യാവുന്ന എന്തോരം കുടുംബങ്ങളാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല ഭാര്യമാർ, നല്ല ഭർത്താക്കന്മാർ, നല്ല അനുസരണമുള്ള മക്കൾ,
ഇങ്ങനെ ഒത്തിരി പേരെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ചില ആളുകളെ നമ്മൾ കണ്ടെത്തുകയും അവരുടെ ജീവിതം പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഒരു പഠന വിഷയവും ചിന്താവിഷയവും ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ എത്രയോ നല്ല ഭർത്താക്കന്മാരുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, വേദപുസ്തകത്തിലുള്ള ഭർത്താക്കന്മാരിൽ എനിക്ക് വളരെ പ്രശംസയായി തോന്നിയിട്ടുള്ളതായ ഒരു ഭർത്താവാണ് ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലെ ആദ്യ അധ്യായത്തിലുള്ള ഒരു ഭർത്താവുണ്ടല്ലോ, എൽക്കാന. അങ്ങേര് തന്നെ അങ്ങേരുടെ പ്രാഗൽഭ്യം പറയുന്നത് തൻ്റെ വിഷമിച്ചിരിക്കുന്ന ഭാര്യയോട് പറയുകയാണ്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കാര്യം പറയുന്നത്, ഇങ്ങനെ ജ്യോതിസുകളെ പോലെ പ്രകാശിച്ചിട്ടുള്ള അനേക ചരിത്ര പുരുഷന്മാരുടെ കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പഠനത്തിൽ ചേർത്ത് ധ്യാനിക്കാവുന്ന കാര്യമാണത്. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ, നല്ല അനുസരണമുള്ള ഭാര്യമാർ. അപ്പോൾ ഇവരെക്കുറിച്ചുള്ളതായ ധ്യാനം നിങ്ങൾക്കേറെ പ്രയോജനകരമായിരിക്കും. അത് സ്വതന്ത്രമായി ധ്യാനിക്കുന്നത് നന്നായിരിക്കും എന്ന് ഓർപ്പിക്കുകയാണ്. എന്നാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രമാണം ഇപ്പോൾ വിശദീകരിക്കാൻ ഏറ്റവും എളുപ്പം നമ്മളിപ്പോൾ വായിക്കുന്ന പുസ്തകത്തിൽ നിന്നാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. രൂത്തിൻ്റെ പുസ്തകം നമ്മൾ വായിച്ചാൽ ഒരു വീടിനകത്ത് എത്ര മനോഹരമായ വെളിച്ചമാണ് ആ കുടുംബത്തിൽ നൽകപ്പെട്ടത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഈ വീടിനെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അവിടെ പല ആളുകളുണ്ടെങ്കിലും 1-ാം അധ്യായം പകുതി എത്തുമ്പോഴേക്കും പിന്നെ വളരെ ആളുകൾ കുറഞ്ഞു. നാട്ടുകാർക്കൊക്കെ അവരോട് ഭയങ്കര സഹതാപം തോന്നുമാറുള്ള തിരിച്ചടികൾ ഏറ്റതായ കുടുംബമായിട്ടാണ് ഇരിക്കുന്നത്. ആ വീട്ടിലുള്ള 3 പുരുഷന്മാരും മരണത്താൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു സഹതാപത്തോടു കൂടിയായിരിക്കും ആ കുടുംബത്തെ, ആ സമൂഹം നിരീക്ഷിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. പക്ഷേ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. പക്ഷെ അങ്ങനെ ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഈ കുടുംബം ചരിത്രത്തിൽ എത്ര മനോഹരമായ സാക്ഷ്യമാണ് കൊടുത്തതായി നമുക്ക് ഈ ദിവസങ്ങളിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ദൂതുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തോരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളോ മരണങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നിരിക്കട്ടെ. പക്ഷേ നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുവാനായിട്ട് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഈ പ്രതികൂലത്തിൻ്റെ എല്ലാം നടുവിൽ ഏറ്റവും വിജയകരമായ സാക്ഷ്യം കൊടുക്കാനായിട്ട് കഴിയും എന്നുള്ളത് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന അതിമനോഹരമായ പാഠമാണ്. ഇതിലെ എല്ലാ കാര്യവും നിങ്ങൾക്കിപ്പോൾ വളരെ പരിചയമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഏത് കാര്യം പറഞ്ഞാലും നിങ്ങൾക്കത് വളരെ പരിചയമുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പറയാൻ എളുപ്പമുണ്ടല്ലോ. അതിൽ 1-2 വാക്കുകൾ മാത്രം ഞാനൊന്ന് എടുത്തു പറയാം എന്ന് ആഗ്രഹിക്കുന്നു. രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നാട്ടുകാർ ഈ നവോമിയെയും രൂത്തിനെയും കുറിച്ച് പറയാനിടയായിട്ട് തീരുന്ന ഒരു മനോഹരമായ സാക്ഷ്യം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഈ പശ്ചാത്തലം ഒത്തിരി നിശ്ചയമില്ലാത്ത ചിലരൊക്കെ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രൂത്ത് ഒരു മകനെ പ്രസവിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ രൂത്തിനെയും നവോമിയെയും നന്നായിട്ടറിയാവുന്ന
അയൽവാസികളായ സ്ത്രീകൾ വന്ന് പറയുന്ന 2 വാക്യങ്ങൾ 4-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് വായിച്ചു പോകുന്നു. അതിൽ നിന്ന് ഞാൻ ഈ പറയുന്ന ആശയം ഒന്ന് എടുത്തു പറയുന്നു എന്നേ ഉള്ളൂ. ഒന്ന് വായിച്ചോളൂ. രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കുകൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ്റെ പേർ ഇസ്രായേൽ വിസ്തൃതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനും ആയിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവരും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായി ആയിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. ആ വാക്യങ്ങൾ വായിക്കുന്നതിന് എന്തോ ഒരു മനോഹരമായിട്ടുള്ള കാര്യമായിട്ട് ഇരിക്കുന്നു. 14-ാമത്തെ വാക്യത്തിലെ ആ പ്രയോഗം ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. സ്ത്രീകൾ വന്ന് നവോമിയോട്, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇവർ ദൈവാത്മനിയോഗത്തിൽ പറഞ്ഞതായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. ഈ കുഞ്ഞിനെ കാണുമ്പോൾ നമുക്കറിയാം ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായിട്ട് വരാൻ പോകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാര്യം മുൻപിൽ കാണുമാറാണ് ഈ വാക്കുകൾ നമുക്ക് ഇവിടെ വായിക്കാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ സ്ത്രീകൾ അവിടം വരെ ഒന്നും വിചാരിച്ചു കാണുകയില്ല. നവോമിക്കൊരു വീണ്ടെടുപ്പുകാരൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ വിചാരിച്ചു കാണാനായിട്ട് ഇടയുള്ളൂ. പക്ഷേ ആ പ്രയോഗത്തിലുള്ള അർത്ഥവ്യാപ്തി എത്രയോ അധികമായിരുന്നു എന്നുള്ളതായ കാര്യം നമുക്ക് ഓർക്കാൻ കഴിയുകയാണ്. ഞാനത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. നമുക്ക് നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കിട്ടിയതിൻ്റെ വഴി രൂത്ത് പ്രസവിച്ച ഓബേദിൻ്റെ വഴിയാണ് എന്നുള്ളതായ കാര്യം എത്രയോ മനോഹരമായി നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. പിന്നെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന 1-2 പ്രമാണങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് എടുത്തു പറയുന്നത് നമുക്ക് പ്രയോജനകരമായിരിക്കും എന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് ഇവരുടെ അയൽക്കാരായ സ്ത്രീകൾ നൽകിയതായ സാക്ഷ്യമാണ്. മാളികമുറിയിലെ പ്രസംഗത്തിനൊരു വാക്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? ഈ അയൽക്കാരികളായ സ്ത്രീകൾ ഇവരുടെ അടുക്കൽ വന്ന് പറയുന്ന സാക്ഷ്യമാണിത്. സ്നേഹത്തിൻ്റെ കൽപ്പന കർത്താവ് ഒരു പുതിയ കൽപ്പന മാളികമുറിയിലെ പ്രസംഗത്തിൽ കൊടുക്കുന്നുണ്ടല്ലോ. യോഹന്നാൻ 13:34, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. 35-ാമത്തെ വാക്യം എന്താണ്? നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പം ഇവർ ഈ അമ്മാവിയും മരുമകളും ഇവിടെ വന്നിട്ട് ഒത്തിരി കാലമായിട്ടില്ല. പക്ഷേ അവരാ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ആ ദേശത്ത് കൊടുക്കാനിടയായി തീർന്ന സാക്ഷ്യം എത്രയോ മനോഹരമായ സാക്ഷ്യമായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വെളിച്ചം വീട്ടിൽ പ്രകാശിച്ചാൽ, ഞാൻ 2-ാം ഭാഗം ഞാനൊന്ന് വിശദീകരിക്കും കേട്ടോ, എങ്കിലും ഇവിടെ ഒന്ന് ചേർത്ത് ഓർപ്പിക്കുകയാണ്. ഒരു വീട്ടിൽ വെളിച്ചം പ്രകാശിക്കേണ്ടതുപോലെ പ്രകാശിച്ചാൽ സ്വാഭാവികമായിട്ടും ആ വെളിച്ചത്തിൻ്റെ കിരണങ്ങൾ എങ്ങോട്ടും കടന്നു ചെല്ലും? അതിൻ്റെ അടുത്ത വീടുകളിലേക്കും നിശ്ചയമായിട്ടും കടന്നു ചെല്ലും. അതാണ് നമ്മുടെ സാക്ഷ്യം. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ആ വാക്ക് ഒന്ന് ആവർത്തിച്ച് അടിവരയിടുകയാണ്. കാരണം നമുക്ക് ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാനും സാക്ഷ്യം കൊടുക്കാനും സാധിച്ചാൽ നമുക്ക് വീടിനകത്തിന് ആസ്വദിക്കാം എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ വീടിന് പുറത്തുള്ള മറ്റുള്ളവർക്കും ആ വെളിച്ചത്തിൻ്റെ മഹത്വം കണ്ട് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് കഴിയും എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോട് ചേർത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ അയൽക്കാരിത് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ലല്ലോ,
രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവർ നൽകിയതായ ഈ സാക്ഷ്യം അത് എത്ര ആകർഷണീയമായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. ഞാൻ ആ ചരിത്രത്തിൻ്റെ ഒരു ഭാഗത്ത് കൂടി പുറകിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. നമ്മളെല്ലാവരും വായിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ പോരാൻ പ്രയാസം ഉണ്ടാകുകയില്ല എന്ന് കരുതുകയാണ്. അവിടുന്ന് ഒരു ദൂത് ഞാൻ കൈമാറാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ ബെത്ലഹേമിലെത്തുന്നത് വരെ എവിടെയായിരുന്നു? മോവാബിലായിരുന്നു. മോവാബിൽ ഇവർ ഒരു വീട്ടിൽ പാർക്കാൻ ഇടയായിട്ട് തീർന്നപ്പോഴും പ്രിയപ്പെട്ടവരെ, ഇവരവിടെ കൊടുത്തതായ സാക്ഷ്യം എത്രയോ മനോഹരമായിട്ടുള്ള സാക്ഷ്യമായിരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ ഇപ്പോൾ അത്ര വായിക്കണമെന്ന് ആവശ്യമില്ല, എങ്കിലും നമുക്ക് ഒന്നങ്ങ് വായിച്ചു പോകാം എന്ന് കരുതുന്നു. 2-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. നിന്റെ ഭർത്താവ് മരിച്ചു ചെയ്തത് അമ്മാവി അമ്മയ്ക്ക് നീ ചെയ്തിരുന്നു. നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാണ്. അതിൽ അടുത്ത വാക്യത്തില് 12-ാം വാക്യത്തില് ആരംഭ വാചകം ഞാൻ ഓർപ്പിക്കുകയാണ്. നിന്റെ പ്രവൃത്തിക്ക് പകരം നൽകട്ടെ. ആര്? ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പകരം നൽകട്ടെ. ഇത് എന്നെ വളരെ സ്പർശിച്ചിട്ടുള്ളതായൊരു കാര്യമാണ്. ഇവർ മോവാബിൽ പാർക്കുമ്പോൾ ഒരു പിന്മാറ്റവും ഇറങ്ങിപ്പോക്കുമൊക്കെ ആ വീടിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ണുനീരോട് കുടിക്കാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ മാനസാന്തരത്തിൻ്റെ വഴിയിലാണ്. അവർ മോവാബിൽ പാർക്കുമ്പോഴും ആ വീടിനകത്ത് സൂക്ഷിച്ചതായ ആ സ്നേഹവും അന്യോന്യമുള്ള കരുതലും വലിയൊരു വിധയായിരുന്നു എന്നുള്ളത് ഈ 2 വാക്യങ്ങൾ ചേർത്ത് നമ്മൾ ഓർക്കുമ്പോൾ ചിന്തിക്കാനായിട്ട് സാധിക്കും. ഞാനിന്ന് പകൽ ഈ വാക്യം ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചു. അവർ മോവാബിൽ ഒരുപക്ഷെ വളരെ പരിമിതിയുള്ളതായൊരു ചെറിയ ഭവനത്തിലായിരിക്കാം പാർത്തത്. അവരവിടെ ഒട്ടും പ്രസിദ്ധരല്ല. അവരെക്കുറിച്ച് യാതൊരു പ്രശംസയും നാട്ടുകാർക്ക് അങ്ങനെ പറയാനുമില്ല. എല്ലാവർക്കും അവരോട് സഹതാപമേ ഉള്ളൂ. പക്ഷേ ആ പ്രതികൂലമായ സാഹചര്യത്തിൽ അവരാ ചെറിയ ഭവനത്തിൽ നിർവഹിച്ചതായ സാക്ഷ്യം, അവർ പകർന്നു കൊടുത്തതായ സ്നേഹം, അത് എന്തോരം മനോഹരമായ വിധയായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഈ 11-ാമത്തെ വാക്യത്തിൽ സംസാരിക്കുന്ന ആളാരാണെന്ന് നമുക്കറിയാമല്ലോ. ബോവസ് സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ രൂത്തിനോട് പറയുന്നതായ കാര്യം, നിൻ്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ അറിയുന്നു. പിന്നെ ആ വാക്യം തുടക്കത്തിൽ പറയുന്നത്, നിൻ്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവി അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും അറിയുന്നു. അപ്പോൾ ഭർത്താവ് മരിച്ച ശേഷം എന്തെങ്കിലും രൂപത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരുടെ മാത്രം പ്രവൃത്തിയാണ്? അതവളുടെ മാത്രം പ്രവൃത്തിയാണ്. കാരണം ഭർത്താവ് ഉള്ളപ്പോൾ പിന്നെ ഭർത്താവിനോടുള്ള കടപ്പാടുമൊക്കെ ധാരാളം ഉണ്ടല്ലോ. അത് മനസ്സില്ലെങ്കിലും ചിലപ്പോൾ ചിലതൊക്കെ ചെയ്യേണ്ടി വരും. എന്നാൽ ഇവിടെ അവളുടെ ഭർത്താവ് മരിച്ച ശേഷം ആ അമ്മാവിയമ്മയോട് കാണിച്ചതായ സ്നേഹം, അതിനെക്കുറിച്ച് ബോവസ് കേട്ടിരിക്കുന്നു എന്ന് നമ്മളിവിടെ വായിക്കുകയാണ്. ബോവസ് മോവാബിൽ പോയിട്ട് കേട്ടതല്ല, അത് പിന്നെ ബെത്ലഹേമിൽ കേട്ടതാണ്. അതുകൊണ്ട് ഞാനിന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു ചെറിയ കൂരയ്ക്കുള്ളിൽ നമ്മൾ പകർന്നു കൊടുക്കുന്ന വെളിച്ചത്തിൻ്റെ മഹത്വം, അതിൻ്റെ നന്മ എവിടം വരെ പോകുമെന്ന്
നമുക്ക് ആർക്കും ഊഹിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു വാക്ക് എടുത്തു പറയണം എന്ന് ആഗ്രഹിച്ചു. ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയിൽ അവൾ ആശ്രയിച്ചിരുന്നു, ആ ദൈവത്തെ അവൾ അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ മോവാബിൽ വെച്ച് അവളുടെ അമ്മാവിയമ്മയ്ക്ക് ചെയ്തതായ എല്ലാ നന്മകളും ആരുടെ നാമത്തിൽ ചെയ്തതാണ്? അവൾ അറിഞ്ഞ ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്തതാണ്. ആ നാമത്തെ നമ്മൾ എത്രയോ നന്നായി അറിയുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്മ വിതയ്ക്കാനായിട്ട്, ആത്മാവിൽ വിതയ്ക്കാനായിട്ട്, സ്നേഹം പകർന്നു കൊടുക്കാനായിട്ട് ആരും അറിയാത്ത ഏകാന്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അവിടെ നമുക്ക് ഈ കാര്യം വിശ്വസ്തമായി ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നാൽ നാം നമ്മുടെ ദൈവത്തോടുള്ളതായ സ്നേഹത്തിനും ആ നാമത്തിനുമാണ് ആ കാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അത് ദൈവം നിശ്ചയമായിട്ടും ആദരിക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നാം സേവിക്കുന്ന, സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യാനായിട്ട് കർത്താവ് നമുക്ക് അവസരം തരുന്ന കാര്യങ്ങളെ ഏറ്റവും വിശ്വസ്തമായി നിർവഹിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആത്മാവിൽ ഉള്ള വിത, അതിൻ്റെ കൊയ്ത്ത്, അത് ബെത്ലഹേമിലും ആസ്വദിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതായ വലിയ സത്യം ഈ ചരിത്രത്തിൽ നമുക്ക് മനോഹരമായിട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. 12-ാമത്തെ വാക്യത്തിൽ ഒടുവിലത്തെ വാക്ക് എടുത്തു പറയുന്നു, അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. രൂത്തിൻ്റെ ഭാവി നമ്മൾ ഓർക്കുമ്പോൾ ഈ പ്രതിഫലം ഇത്തിരി കൂടിപ്പോയി എന്നുള്ളതല്ലാതെ ഒട്ടും കുറഞ്ഞുപോയി എന്ന് നമുക്കൊരിക്കലും തോന്നുവാൻ ഇടയായിട്ട് തീരുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുത്ത് നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതവും നമ്മുടെ കർത്താവിന് പ്രസാദകരമായ നിലയിൽ സൂക്ഷിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്കേവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഒരു കാര്യം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഇത് രൂത്തിൻ്റെ പുസ്തകം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പഠിച്ചപ്പോഴും സഭയിൽ സമഗ്രമായി വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നതാണ്. ഈ സ്ത്രീകൾ വന്നൊരു അസാധാരണമായ കാര്യമാണ് പറയുന്നത്. ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, അവൻ്റെ പേര് നമുക്കറിയാം, ഓബേദ്. അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കി ഈ സ്ത്രീകൾ ഒരു അസാധാരണമായ പ്രവചനം നടത്തുകയാണ്. എന്താ പ്രവചനം? നവോമിയോട് പറയുകയാണ്, നവോമി, ഇവൻ നിനക്ക് വാർദ്ധക്യത്തിൽ പോഷകനായിരിക്കും, പിന്നെ ഇവൻ നിനക്ക് ആശ്വാസപ്രദനായിരിക്കും. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ ഓർക്കാറുണ്ട്, നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന പിള്ളേരെക്കുറിച്ച് പോലും ഈ കോൺഫിഡൻസ് നമുക്കില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരൊന്നും നമ്മളെ അങ്ങനെ കരുതുമെന്നൊന്നും വിചാരിക്കുന്നില്ല എന്ന് പറയുന്ന എത്രയോ മാതാപിതാക്കളെ കഴിഞ്ഞ നാടുകളിൽ കണ്ടിട്ടുണ്ട്. യാതൊരു ശുഭാപ്തി വിശ്വാസവും ഇല്ലാതെയാണ് അനേകരും കുടുംബത്തിൽ തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാനിടയായിട്ട് തീരുന്നത്. ഈ കൈക്കുഞ്ഞിനെ കണ്ടുകൊണ്ട് ഈ സ്ത്രീകൾ പറയുകയാണ്, ഇവൻ രൂത്തിനെ നോക്കും എന്നല്ല പറയുന്നത്, പിന്നെ ആരെ നോക്കും എന്നാണ് പറയുന്നത്? നവോമിയെ നോക്കും എന്ന് പറഞ്ഞവർ നവോമിയെ ധൈര്യപ്പെടുത്തുകയാണ്. അതിന് അവരുടെ കയ്യിലൊരു ന്യായമുണ്ട്. എന്താണ് ന്യായം? ഇവനെ പ്രസവിച്ചത്, അവളുടെ ചില പ്രത്യേകതകൾ അവിടെ എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ വാക്കുകൾ ഒന്ന് നമുക്ക് എടുത്തു പറയാം എന്ന് വിചാരിക്കുന്നു. ആ പ്രത്യേകതകളൊന്ന് പറയാമോ? നിന്നെ സ്നേഹിക്കുന്നവളും, പിന്നെ 7 പുത്രന്മാരെക്കാൾ ഉത്തമയുമായിരിക്കുന്ന നിൻ്റെ മരുമകളാണ് ഇവനെ പ്രസവിച്ചത്. ഇവിടെ ഒരു വലിയ പ്രമാണമുണ്ട് കേട്ടോ. അതുകൊണ്ട് രൂത്ത് പ്രസവിച്ച ഈ മകൻ നിശ്ചയമായിട്ടും രൂത്തിൻ്റെ അമ്മാവിയമ്മയ്ക്ക് ആശ്വാസപ്രദനായിരിക്കുമെന്ന് ഈ സ്ത്രീകൾ ഉറപ്പിക്കുക. അപ്പം എന്താ ഇവിടുത്തെ പ്രമാണം? നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ ആദ്യം ആര് നന്നാകണം?
നമ്മൾ നന്നാകണം. പ്രിയപ്പെട്ടവരെ, ഇതിന് വേറെ യാതൊരു കുറുക്കു വഴികളും ഇല്ല. മക്കളെക്കുറിച്ച് ഇപ്പോൾ എന്തോ ഒരു ആശങ്കയാണ്. മക്കളെ വിഴുങ്ങാനായിട്ട് പിശാച് തുറന്നിരിക്കുന്ന അവസ്ഥയാണ്, പ്രത്യേകിച്ച് കേരളത്തിലും നമ്മുടെ ജില്ലയിലും. അതുകൊണ്ട് മക്കളെക്കുറിച്ചുള്ളതായ വലിയ ആശങ്ക വ്യാപകമായിട്ട് ഈ നാളുകളിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് രാത്രിയിലൂടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, മക്കളെ സൂക്ഷിക്കാനായിട്ട് നമ്മുടെ ഭാഗത്ത് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാൻ ഒരുക്കമുണ്ടെങ്കിൽ ബാക്കി സൂക്ഷ്മത ആര് ചെയ്തോളും? ദൈവം ചെയ്തോളും. നമ്മൾ ആശങ്കപ്പെട്ടിട്ടും വിചാരപ്പെട്ടിട്ടും കാര്യമില്ല. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാനും, കർത്താവ് യെരൂശലേം പുത്രിമാരോട് പറഞ്ഞതുപോലെ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ എന്ന് പറഞ്ഞ വാക്കുകൾ അതുപോലെ അനുസരിക്കാനും സാധിക്കട്ടെ. കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മൾ ശരിയായി ജീവിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൂടെ ഒന്ന് ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മെ ആക്കിയിട്ടുള്ള വീട്ടിൽ ഇടം വലം നോക്കാതെ, മുമ്പിലേക്കൊന്നും നോക്കാതെ, ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ ആ ആത്മീക വെളിച്ചത്തിൽ പ്രകാശം പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിച്ചാൽ ആ സാക്ഷ്യം നമുക്ക് ദേശത്ത് ഉൾക്കൊള്ളാമെന്നുള്ളത് മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെട്ട് ആശ്വാസമായിരിക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് എത്ര മനോഹരമായ കുടുംബ സത്യമാണ് ഈ ചെറിയ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു തരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. വീട്ടിൽ വെളിച്ചം കൊടുക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ആ നിലയിൽ ഏറ്റവും മനോഹരമായി സൂക്ഷിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. രണ്ടാമത്തെ തലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. വീട്ടിൽ മാത്രമല്ല, നമ്മുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒത്തിരി വിശദീകരിക്കുന്നില്ലെങ്കിലും ഞാൻ ചില സത്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട നമുക്ക് നാം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ തലമുറയിൽ ജീവിക്കേണ്ടതുപോലെ ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ വാക്കുകൾ നിർത്തട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.